ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആട്ടിത്തെളിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുൻപത്തെ പോലെയല്ല ബി ബി എന്നൊക്കെ വിളിച്ചുകൊണ്ട് എയർപോർട്ടിൽ പോയിട്ട് സ്വീകരിച്ച് വലിയ രീതിയിലുള്ള ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് സല്യൂട്ട് ചെയ്ത് സ്വീകരിക്കുന്ന ഒരു സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നെതന്യാഹു ഇറങ്ങിയതോടുകൂടി അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. രാജ്യത്തുനിന്ന് പുറത്താക്കണമെന്ന് പോലും പറഞ്ഞു, അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ജയിലടക്കണമെന്ന് പറഞ്ഞു, ഇന്നത്തെ വംശീയ ഹത്യയുടെ ഏറ്റവും വലിയ ഘാതകരാണ് എന്ന് പറഞ്ഞു. അങ്ങനെ രാജ്യം സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ നെതന്യാഹുവിൻ്റെ സന്ദർശനം എത്തിയിട്ടുണ്ട് എന്ന് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ഗൗരവം വളരെ വലുതാണ്. 90 മിനിറ്റെങ്കിലും സ്വകാര്യമായ രീതിയിൽ നെതന്യാഹു ട്രംപുമായിട്ട് സംസാരിച്ചു എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ 90 മിനിറ്റ് സംസാരിച്ചതിൽ എവിടെയും യഥാർത്ഥത്തിൽ നെതന്യാഹുവിൻ്റെ ഒരു നിലപാടിനെയും ട്രംപ് ശരിവെച്ചിട്ടില്ല. മാത്രമല്ല, എതിർത്ത് തന്നെ സംസാരിച്ചു എന്നല്ല, മോശപ്പെട്ട പ്രയോഗങ്ങൾ, അങ്ങാടിത്തെമ്മാടികൾ വിളിച്ചു പറയുന്ന വാക്കുകൾ പോലും നെതന്യാഹുവിനെതിരെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ വലുത് തന്നെയാണ്. 3-4 കാര്യങ്ങളാണ് പ്രത്യേകമായ രീതിയിൽ നെതന്യാഹു പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവരുടെ ഒരു മേധാവി, അമേരിക്കയുടെ ഒരു മേധാവി മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അയാളുമായുള്ള ബന്ധം പുലർത്താൻ, അയാളുമായിട്ട് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പേരിന് നെതന്യാഹുവോട് എത്തുന്നത്. പക്ഷേ ലക്ഷ്യം അതൊന്നുമല്ല, ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളതാണ്. ലെബനാൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക പോലും വേണ്ട എന്ന് തുടക്കം മുതൽ തന്നെ ട്രംപ് പറഞ്ഞു. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എല്ലാവിധ കരാർ വ്യവസ്ഥയുടെയും ലംഘനത്തിൻ്റെ ആദ്യഘട്ടം. നമ്മളൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് അതിനെതിരെ നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സൂപ്പർ പവർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ് ഇസ്രായേലിനോട് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഒരു നിലപാടും ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമീപനങ്ങളും ശരിയാണ് എന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. വളരെ കൃത്യതയോടുകൂടി തന്നെ അയാൾ ആ നിലപാട് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, യുദ്ധം അവസാനിപ്പിക്കരുത്, അവിടെ ആണവായുധം ഇല്ലാതാക്കണം, അവരുമായിട്ട് ബന്ധപ്പെട്ട ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ സംവിധാനത്തിൻ്റെ ശേഖരം തകർക്കണം, ഇതൊക്കെ വേണ്ടി ഇതെല്ലാ കാലത്തും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം. അതിപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ തൊട്ടത് കൊണ്ടാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പോലും ലോകത്ത് ഒറ്റപ്പെട്ടു പോയത്. അറേബ്യൻ മേഖലയിൽ അമേരിക്കയുടെ പൗരന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ടായി. ലോകത്ത് തല ഉയർത്തി നടക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. സൂപ്പർ പവറുള്ള ഏറ്റവും വലിയ സൈനിക സംവിധാനമുള്ള രാജ്യം. അതൊക്കെ തല താന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സർവ്വ മേഖലയിലും അമേരിക്കയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ കുറുക്കൻ്റെ കുരുട്ട് ബുദ്ധിയിൽ അമേരിക്ക പെട്ടുപോയി എന്നുള്ളതാണ്. എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായി എന്ന് പറയുന്നു. എപ്സ്റ്റീൻ ഫയലിൻ്റെ പേര് പോലും പരാമർശിക്കരുത് എന്ന് ട്രംപ് പറഞ്ഞതായിരിക്കുന്ന വിവരം പറയുന്നു. ഒരു ഭീഷണി സ്വരത്തിൽ പോലും ട്രംപ് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അഡ്രസ്സ് പോലും ഭൂപടത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഈ നെതന്യാഹു ഓർക്കണമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ മറ്റൊരു കരാർ വ്യവസ്ഥ, സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ നമ്മൾ പറഞ്ഞു. ആണവായുധം നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ സൗദി അറേബ്യയുമായി ഉണ്ടാക്കിയതിലെ നീരസം ഇസ്രായേൽ പറഞ്ഞു. അത് ഞങ്ങളുടെ സ്വതന്ത്രമായിരിക്കുന്ന നിലപാടാണ്, അതിൽ മറ്റൊരു രാജ്യത്തിന് ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ മറുപടി. അപ്പോൾ മറുപടിയും കൃത്യമായി. ഈ എപ്സ്റ്റീൻ്റെ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ഈ ട്രംപുമായി ബന്ധപ്പെട്ട ലൈംഗിക വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ ചിത്രങ്ങൾ, വീഡിയോ ചിത്രങ്ങൾ, അതിൻ്റെ ഈ സംസാരത്തിൻ്റെ സംഭാഷണങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം ബാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ ട്രംപ്. അങ്ങനെ ബാധിച്ചത് കൊണ്ടാണ് ട്രംപ് ഇസ്രായേലിന് അനുകൂലമായിരിക്കും നിലപാടെടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫയലിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് കൂടുതലും. സംഭവം കേസ് നടക്കുന്നത് അമേരിക്കയുടെ കോടതിയിലാണെങ്കിൽ പോലും. മാത്രമല്ല, ഈ എപ്സ്റ്റീൻ ഇസ്രായേലുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു ചാരനാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എപ്സ്റ്റീൻ ഏതാണെങ്കിലും ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു, ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. ഏതായാലും അത് അവസാനിച്ചു. പക്ഷേ ആ കാലത്ത് എപ്സ്റ്റീൻ ചെയ്തു വെച്ചിരിക്കുന്ന ഫയലിൻ്റെ എല്ലാ രേഖകളും പുറത്ത് ചാടുകയും ചെയ്തു. അതിൽ 35% ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളൂ. അതിൽ 25%ത്തിലും ട്രംപുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം,
നെതന്യാഹു മുന്നോട്ട് വെക്കപ്പെട്ട ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, തങ്ങളുടെ അഭിമാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, വിശാലമാക്കപ്പെട്ട ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ലെബനാൻ ആക്രമിച്ചേ പറ്റൂ, അവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇല്ലാതായെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഈ സിറിയയിലേക്കാണെങ്കിലും ഈജിപ്തിലേക്കാണെങ്കിലും ജോർദാനിലേക്കാണെങ്കിലും പാലസ്തീനിലേക്കാണെങ്കിലും കടന്നു കയറാൻ എളുപ്പം സാധിക്കുകയുള്ളൂ. കാര്യം പ്രതിരോധിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണ്, എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്ന് നെതന്യാഹു പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. ഇനി അടുത്ത വിഷയം പറഞ്ഞത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗസയിലെ ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ, അഥവാ കുറച്ചും കൂടിയും നിയന്ത്രണം ഗസയ്ക്കകത്ത് ഇസ്രായേലിന് വേണം എന്ന തരത്തിലാണ്. അപ്പോൾ ഒരു അന്താരാഷ്ട്ര സൈനികരൊക്കെ നിയമിക്കുകയാണെങ്കിൽ ഇസ്രായേലുമായിട്ട് അനുഭാവ പ്രകടനം നടത്തുന്ന രാജ്യങ്ങളുടെ സൈനികരാണ് ഏറ്റവും കൂടുതൽ ഉചിതം. കാര്യം ഇവിടെ നിന്ന് അവർക്ക്, അതായത് ഹമാസ് വിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ തീർച്ചയായിട്ടും മുൻപ് കഴിഞ്ഞു പോയിരിക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ ആവർത്തനം അവിടെ ഉണ്ടാവും. അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അനുഭവിക്കേണ്ടി വരും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ വലിയ ഭീഷണിയായിരിക്കും ആ തരത്തിൽ പോകുന്നു. ഇനി വെസ്റ്റ് ബാങ്കിലേക്ക് നീങ്ങിയിട്ട് പറയുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം ജൂത വിഭാഗങ്ങൾ വരുന്നു, എന്നിട്ട് അവിടുത്തെ ഫലസ്തീനികളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയുന്നു. വീട് മോഷ്ടാക്കൾ എന്ന് പോലും പറയുന്നുണ്ട്. വീട്ടിൽ നാട്ടി തെളിയിച്ചുകൊണ്ട് അവിടെ കയറി കിടക്കുന്നു. അപ്പോൾ അത് നടക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ 100% അത് തന്നെയാണ് നടക്കുന്നത്. ഇവരുടെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ ആയുധങ്ങളുണ്ടാകും. ആയുധങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് അനുമതിയുണ്ട്, ജൂത വിഭാഗത്തിന് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നീട് കേസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇസ്രായേൽ പോലീസാണ് കേസ് എടുക്കേണ്ടത്. അവിടെയാണ് കോടതിയുള്ളത്, അവിടെയാണ് ജയിലുള്ളത്, അവിടെയാണ് സംവിധാനങ്ങളുള്ളത്. അപ്പോൾ ഇവർക്ക് അനുകൂലമായിരിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകും. അപ്പോൾ ഈ വിഭാഗത്തെ നിയമപരമായ രീതിയിലും ശക്തിപരമായ രീതിയിലും സാമ്പത്തിക രംഗത്തും എല്ലാം ഒരു വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ടാകുമ്പോൾ മറ്റുള്ളവർ തീർച്ചയായിട്ടും ഇരകളാകുന്ന സ്ഥിതിയാണ്. അതാണ് വെസ്റ്റ് ബാങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ മുന്നേറ്റം ജൂത വിഭാഗം വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാക്കുകയും ഒരുപാട് ഫലസ്തീനികൾ കൂടിവയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയല്ല, നമുക്കറിയാം. ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ലോകാടിസ്ഥാനത്തിലെ സാമ്പത്തിക സ്രോതസ്സിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നതിനാൽ ആ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഫലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പോഴും അവിടെ അറസ്റ്റുകളുണ്ട്, വെടിവെപ്പുകളുണ്ട്, മരണങ്ങളുണ്ട്, കുടിവയ്പ്പിക്കലുണ്ട്, വീടില്ലാതാകുന്നുണ്ട്, കിടക്കേണ്ട സ്ഥിതികളുണ്ട്, അറസ്റ്റ് ചെയ്തവരെക്കുറിച്ച് കാണാതാവുന്നുണ്ട്, ചിലവർ മരിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. മരിച്ചവരുടെ ബോഡിയിൽ അവരുടെ ആന്തരികാവയവങ്ങൾ കവർന്നെടുക്കുന്ന സ്ഥിതിവിശേഷം ഇപ്പോഴും നടക്കുന്നുണ്ട്. പറയുന്ന സമയത്ത് ഔദ്യോഗികപരമായിരിക്കുന്ന രംഗത്തുനിന്ന് ഗസയിലെ ഹമാസ് മാറിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. എന്നാൽ അവിടുത്തെ ഭരണ സംവിധാനത്തെ അവർ മാറിയിട്ടില്ല എന്ന റിപ്പോർട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്ത് ഗുണം എന്ന ചോദ്യത്തിന് ഇപ്പോഴും അവർക്കും വിശദീകരിച്ച് പറയാൻ കഴിയുന്നില്ല, മറ്റുള്ളവർക്കും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് വർഷം 1948 ഇസ്രായേൽ സ്വതന്ത്രമാകുന്നത്. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച അവർ തന്നെയാണ്. ഞങ്ങളുടെ രാജ്യം സ്വാതന്ത്ര്യമായെന്ന് ഞങ്ങൾ രണ്ട് പ്രഖ്യാപിക്കുന്നു. അതാണ് ആ സ്ഥിതി കാര്യങ്ങൾ. ബെൻഗൂരിയൻ അന്ന് ആ പ്രഖ്യാപനം നടത്തിയത്. ഏതായിരുന്നാലും ആ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം പിന്നീട് ഈ വലിയ രീതിയിലുള്ള ബന്ധം അമേരിക്കയുമായിട്ട് ഇസ്രായേലിനുണ്ടായിട്ടുണ്ട്. വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അമേരിക്കയുടെ സ്റ്റേറ്റായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ള ഓരോരോ വർഷവും സാമ്പത്തികമായിട്ട് ബജറ്റിൽ ഇസ്രായേലിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പണം നീക്കി വെക്കുന്നുണ്ട്. അത് അന്ന് 1948 ഇങ്ങോട്ട് നമ്മൾ നോക്കുന്ന 10-75 വർഷമായി. അത്രയും വർഷത്തെ വലിയ രീതിയിലുള്ള ബന്ധമാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ജയിപ്പിച്ചു കൊടുത്തത് അമേരിക്കയാണ്. അമേരിക്കയും ഫ്രാൻസും സംയുക്തമായ രീതിയിൽ ചതി ചെയ്തതാണ്. അറേബ്യൻ സൈനികരെക്കുറിച്ചുള്ള രഹസ്യമായിരിക്കുന്ന വിവരങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് അത് ഇസ്രായേലിന് നൽകി. മാത്രവുമല്ല, ഇസ്രായേലിൻ്റെ വിമാനങ്ങളിലെല്ലാം, യുദ്ധവിമാനങ്ങളിലെല്ലാം അമേരിക്കയുടെ സൈനികർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരു സംയുക്തമായിരിക്കുന്ന ഓപ്പറേഷൻ പറയുന്ന സമയത്ത് ഇസ്രായേൽ ജയിച്ചു. ഇസ്രായേൽ 6 രാജ്യങ്ങളെ തോൽപ്പിച്ചു. 6 ഡേ വാർ എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ രത്ന ചുരുക്കം പറയുമ്പോൾ ഇവരെല്ലാം കൂടി സംയുക്തമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ പറ്റിച്ചതാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ആ ബന്ധത്തിനൊക്കെ ഉടച്ചിൽ സംഭവിച്ചിരിക്കുന്നു, തകർച്ച സംഭവിച്ചിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് താൻ എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോട് പറയണമെങ്കിൽ അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്.
ചിരിച്ചുകൊണ്ടോ സന്തോഷത്തോടോ ചേർന്ന് നിന്നുകൊണ്ടോ ഒരു ഫോട്ടോ പോലും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെതും. അങ്ങനെ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഒരു സന്ദർശനം നടത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഫോട്ടോ എടുക്കലും വലിയ ചർച്ചയും അഭിമുഖവും പത്രക്കാരുമായിട്ടുള്ള സംഭാഷണങ്ങളും പല സംഭവങ്ങളും പുറത്ത് വരാറുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. എല്ലാം ഒരു ഗൂഢ രീതിയിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാതെ അകന്നു നിൽക്കുന്ന ആളുകൾ, ശത്രുക്കൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എങ്ങനെയാണ്, ആ സ്ഥിതിയിലാണ് ആദ്യം മുതൽ അവസാനം വരെ ഡൊണാൾഡ് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും സംഭാഷണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു. അഥവാ ഇസ്രായേലും അമേരിക്കയും അകന്ന് നിൽക്കുന്നു എന്ന് ചുരുക്കം.